ഫലം കാണാതെ തുടരുന്ന ആണവ ചർച്ചകൾക്കിടയിൽ ഇപ്പോൾ ഇറാനെ ആക്രമിച്ചിരിക്കുകയാണ് ഇസ്രയേൽ. ഇറാന്റെ പ്രധാന നഗരങ്ങളിൽ ടെഹ്റാനിലടക്കം ഇസ്രയേലിന്റെ മിസൈലുകൾ പതിച്ചതായുള്ള വിവരങ്ങൾ വരുന്നു. പരമോന്നത നേതാവ് ആയത്തുള്ള ഖമനയുടെ ഓഫീസ് സമുച്ചയത്തിന് തൊട്ടടുത്ത് സ്ഫോടനമുണ്ടായി എന്ന് ഇറാൻ തന്നെ സ്ഥിരീകരിക്കുന്നുണ്ട്. ഈ ആക്രമണത്തോട്, ഇസ്രയേലിന്റെ പ്രതികരണത്തോട് തിരിച്ചെന്തായിരിക്കും ഇറാന്റെ മറുപടി? അതേത് നിലയിലായിരിക്കും? അത് അമേരിക്കയ്ക്ക് നേരെ, അമേരിക്കയുടെ സൈനിക താവളങ്ങളെ ലക്ഷ്യമിട്ടാണെങ്കിൽ അത് ഗൾഫ് മേഖലയിലേക്കൊരു ആക്രമണത്തിന് സാധ്യതയുണ്ട്. അതല്ല ഇസ്രയേലിലേക്ക് തന്നെ മറുപടി ഉണ്ടാകുമോ എന്ന ആശങ്കയേറ്റുകയാണ്. പശ്ചിമേഷ്യയിലെ സാഹചര്യം അങ്ങേയറ്റം സംഘർഷഭരിതമാകുന്നു. പി ജെയിംസ് തുടരുന്നുണ്ട്. പി ജെയിംസ്, നമ്മൾ മുമ്പ് സൂചിപ്പിച്ചു, ജൂണിൽ 12 ദിവസം നീണ്ടുനിന്ന ആ ആക്രമണ സമയത്ത് മലയാളികളടക്കം, ഇന്ത്യക്കാരടക്കം നമ്മൾ കണ്ടതാണ് വിമാന ഗതാഗതമടക്കം വലിയ രീതിയിൽ ബാധിക്കുന്നത്, നമ്മളെ തന്നെ നേരിട്ട് ബാധിക്കുന്ന നിലയിലേക്ക് പോയതാണ്. ഇത്തവണ ഇപ്പോൾ ഇസ്രയേലിലാണ് വ്യോമഗതാഗതം നിർത്തിവെച്ചിരിക്കുന്നത്. കൂടുതൽ സാഹചര്യങ്ങളിലേക്ക് പോയാൽ, അല്ലെങ്കിൽ മുൻകരുതൽ സാഹചര്യങ്ങൾ ഗൾഫ് രാജ്യങ്ങൾ സ്വീകരിച്ചാൽ പോലും അത് മലയാളികളെ അടക്കം ബാധിക്കും. തീർച്ചയായിട്ടും ഗോകുൽ, നമ്മുടെ ഈ ഗൾഫ് രാജ്യങ്ങളിൽ ദശലക്ഷക്കണക്കിന് മലയാളികളാണ് ഉള്ളത്, ഇന്ത്യക്കാര് അതിന് അപ്പുറം. അപ്പോ സ്വാഭാവികമായിട്ടും ഇതൊരു വലിയ രീതിയിൽ ആശങ്ക ഉണ്ടാക്കുന്നതാണ് മലയാളി കുടുംബങ്ങളെ സംബന്ധിച്ച്. ഇറാനിൽ അത്രയധികം മലയാളി പോപ്പുലേഷൻ ഇല്ല. എന്നാൽ പോലും ഇറാനിൽ നടക്കുന്ന ഏത് സംഭവവികാസവും അവിടെ പശ്ചിമേഷ്യയിലെ ക്രമസമാധാനത്തെ, അവിടുത്തെ എണ്ണയുടെ ഇത്, പ്രത്യേകിച്ച് ഹോർമൂസ് കടലിടുക്ക് ഇറാന്റെ കൺട്രോളിലാണ്. അപ്പൊ ഇറാൻ കയറി അത് അടച്ചാൽ 20% എണ്ണയുടെ യാത്ര, ഈ കപ്പലുകളുടെ യാത്ര വരുന്നത് ഹോർമൂസ് കടലിടുക്കിലൂടെയാണ്. 33 കിലോമീറ്റർ മാത്രം വീതിയുള്ള ഈ ഹോർമൂസ് കടലിടുക്ക് യുദ്ധമുണ്ടായാൽ അടയ്ക്കുമെന്ന് ഇറാൻ ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോ ഇപ്പോഴത്തെ അവസ്ഥയിൽ ഹോർമൂസ് കടലിടുക്ക് അടച്ചാൽ എല്ലാ രാജ്യങ്ങളെയും ബാധിക്കുന്ന തരത്തിലേക്ക് ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങളുടെയൊക്കെ എണ്ണവില വലിയ രീതിയിൽ ഉയരുന്ന. ഇപ്പോൾ ശ്രീ ടി പി ശ്രീനിവാസൻ ടെലിഫോൺ ലൈൻ ചേരുന്നുണ്ട്. ടി പി ശ്രീനിവാസൻ, ഇപ്പോൾ ഏറ്റവും ഒടുവിൽ വരുന്ന വിവരം ഇറാനിലേക്ക് ഇസ്രയേലിന്റെ ആക്രമണം, അത് 3 സ്ഫോടനം നടന്നു എന്നതാണ്. ഒരു നീണ്ടു നിൽക്കുന്ന സംഘർഷത്തിലേക്ക് പോയാൽ അത് നമുക്ക് വലിയ ആശങ്കയാണ്. ഇന്നത്തെ നിലയിൽ ഇപ്പോഴത്തെ ഇറാനിലെ അടക്കം രാഷ്ട്രീയ സാഹചര്യങ്ങളുടെയൊക്കെ പശ്ചാത്തലത്തിൽ എങ്ങനെ നോക്കിക്കാണുന്നു? അതൊരു സമ്മർദ്ദ തന്ത്രമായി ഇസ്രയേലിൻ്റെത് അവസാനിക്കുമോ? അതിനപ്പുറത്തേക്ക് നീണ്ടുപോകുമോ ഈ ആക്രമണവും സംഘർഷവും? ഞാനിതിനെ ഒരു ലെസർ ഈവിൾ ആയിട്ടാണ് കാണുന്നത്. കാരണം അമേരിക്കയാണ് അറ്റാക്ക് ചെയ്തിരുന്നുവെങ്കിൽ അതൊരു വിശാലമായ യുദ്ധത്തിലേക്ക് നീങ്ങുമായിരുന്നു. പക്ഷെ ഇത് ഇപ്പോഴും ചർച്ചകൾ നടക്കുകയാണ്. അപ്പോൾ അത് ഇസ്രയേൽ അതിനൊന്ന് ചൂട് പിടിപ്പിക്കാൻ വേണ്ടി ചെയ്യുന്ന മട്ടിലാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് വരാവുന്നത് ഇറാൻ തിരിച്ച് അറ്റാക്ക് ചെയ്തതോടുകൂടി ഒരു ടിറ്റ് ഫോർ ടാറ്റ് ആക്രമണത്തിൽ അത് നിൽക്കുമെന്നൊരു പ്രതീക്ഷയാണ് എനിക്കുള്ളത്. കാരണം അമേരിക്ക ഇത്രയും പ്രിപ്പറേഷൻസ് നടത്തിയിട്ട് അവരൊറ്റ വെടി പോലും വെച്ചിട്ടില്ല. കാരണം അവര് ഈ വാർഷിപ്സ് ഒക്കെ വന്നിരിക്കുന്ന സ്ഥിതിക്ക് അത് വലിയ യുദ്ധത്തിലേക്ക് നീങ്ങുമായിരുന്നു. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ ഇതൊരു തരത്തിൽ പറഞ്ഞാൽ കുറച്ച് കുറഞ്ഞ ഒരു സിഗ്നലാണ് കൊടുക്കുന്നത്. ഓൾ ഔട്ട് വാറിനുള്ള സാധ്യതകൾ ഇപ്പോഴും കുറവാണ് എന്ന് എനിക്ക് തോന്നുന്നു. പശ്ചിമേഷ്യയിലാണ് UAE അടക്കം, ഖത്തർ അടക്കമുള്ള ഗൾഫ് മേഖലയിലെ മലയാളികളും ഇന്ത്യക്കാരും ഒക്കെ മുമ്പ് ജൂണിലുണ്ടായ ആ സംഘർഷത്തെ തുടർന്ന് 12 ദിവസം നിന്ന സംഘർഷത്തിൽ നമ്മളും അതിൻ്റെ തിക്തഫലങ്ങൾ അനുഭവിച്ചതാണ്, ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചതാണ്. അങ്ങനെ ഒരു ആശങ്കയ്ക്ക് ഇത്തവണ സാധ്യതയുണ്ടോ? ഇറാനിലേക്ക് നടക്കുന്ന ആക്രമണത്തിന് മറുപടി എങ്ങോട്ടേക്കായിരിക്കും? അല്ല, ഒരു യുദ്ധം തുടങ്ങി കഴിഞ്ഞാൽ എങ്ങനെ പോകുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷേ റീസണബിൾ ആയിട്ട് എക്സ്പെക്ട് ചെയ്യാവുന്നത് ഈ ഡയലോഗ് നടക്കുകയും അടുത്ത മൺഡേ വരെയെങ്കിലും അത് ചെയ്തിട്ട് ഈ ഇസ്രയേലിന്റെ ഈ ഭയപ്പെടുത്തൽ കൊണ്ട് ഇറാൻ കുറച്ചുകൂടെ കോഓപ്പറേറ്റ് ചെയ്യും എന്നുള്ള പ്രതീക്ഷയിലായിരിക്കണം അവരിങ്ങനെ ചെയ്തത്. അല്ലെങ്കിൽ പിന്നെ അമേരിക്ക പ്രിപ്പയർഡ് ആയിരുന്നല്ലോ. ശ്രീ ടി പി ശ്രീനിവാസൻ, താങ്കൾക്ക് കേൾക്കാമോ? നന്ദി. അദ്ദേഹം പ്രതികരിക്കുകയായിരുന്നു. ഏതായാലും നീണ്ടു നിൽക്കുന്ന ഒരു സംഘർഷത്തിലേക്ക് പോകില്ല എന്ന ശുഭപ്രതീക്ഷയും ആത്മവിശ്വാസവുമാണ് പ്രകടിപ്പിക്കുന്നത്. പക്ഷേ മുൻപത്തെ സാഹചര്യം അറിയാം. ജൂണിലെ അത് 12 ദിവസം നിന്നെങ്കിൽ പോലും അത് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കിയതാണ് പശ്ചിമേഷ്യയിലെ രാജ്യങ്ങൾക്കാകെയും, പ്രത്യേകിച്ച് ഇന്ത്യക്കാർക്കും മലയാളികൾക്കും ഒക്കെ. അങ്ങനെ ഒരു സാഹചര്യത്തിലേക്ക് പോകാതിരിക്കട്ടെ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.